ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ ആത്മഹത്യ ചെയ്ത കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ സംസ്കാരം ബാംഗ്ലൂരുവിൽ നടക്കും. ബന്നാർഘട്ടയിലാണ് സംസ്കാര ചടങ്ങുകൾ. 1 മണിവരെ പൊതുദർശനം ഉണ്ടാകും. മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് കുടുംബം ആവർത്തിക്കുകയാണ്. കേന്ദ്ര ഏജൻസിയുടെ സമ്മർദ്ദമാകാം മരണകാരണം എന്നും മറ്റൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നും സഹോദരൻ CJ ബാബു പറഞ്ഞു. 3 ദിവസമായി ആദായ നികുതി റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കണമെന്ന് അറിയിച്ച് ഇന്നലെ രാവിലെ 10:40 റോയ് വിളിച്ചിരുന്നതായി CJ ബാബു പ്രതികരിച്ചു. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരുന്നത്. ഇൻ ഹിസ് ഓഫീസ്. അവര് 3 ദിവസമായിട്ട് അവരുടെ ഓഫീസിലുണ്ട്. 28-ാം തീയതി ഒന്നാണ്, 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആള് പോയി. അത് ആയിരിക്കാം. വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോ ഞാൻ ഫാമിലിയൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. അല്ല, അവര് അത് തന്നെ പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MG മിഥുനും ഒപ്പം ഡാനി പോളുമാണ് ചേരുന്നത്. മിഥുൻ, ഒട്ടേറെ ആരോപണങ്ങൾ ഇപ്പോഴും ആദായ നികുതി വകുപ്പിന് എതിരെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ഉച്ചയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണല്ലോ. മറ്റ് സാങ്കേതിക നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും. മറ്റ് ശാസ്ത്രീയമായ പരിശോധനകൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു മരണം സംഭവിച്ചിട്ടുള്ളത്. പിന്നീടും അന്വേഷണവും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ വിവരങ്ങൾ ഈ പോലീസ് സംഘത്തിന് അന്വേഷിക്കേണ്ടതും ശേഖരിക്കേണ്ടതുമായുണ്ട്. അത്തരം വിവരങ്ങൾ ആദ്യം. അഭിലാഷ്, രാവിലെയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ബൗറിംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയതായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഉച്ചയോടുകൂടി പൊതുദർശനം ആരംഭിക്കും. ചില വ്യക്തതകൾ വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അതായത് നാളത്തേക്ക് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ മാറ്റിയതായിട്ടുള്ള ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വൈകിട്ട് തന്നെ ഈ സഹോദരൻ്റെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ വൈകിട്ടോട് തന്നെ നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടെങ്കിൽ അല്പസമയത്തിനകം തന്നെ അത് ലഭ്യമാവുകയും ചെയ്യുമെന്നുള്ളതാണ്. നിലവിൽ നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ വൈകിട്ട് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചപ്പോൾ തന്നെ അന്വേഷണമാണ്. ഇതിന്റെ ദുരൂഹത നീക്കണമെന്നുള്ള ആവശ്യവുമായി കുടുംബം രംഗത്ത് വന്നു കഴിഞ്ഞു. അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ട സഹോദരൻ വ്യക്തമാക്കിയതും അത് തന്നെയാണ്. അതായത് ഒരു കടമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാധ്യതകളോ അല്ലെങ്കിൽ ഭീഷണികളോ ശത്രുക്കളോ ഒന്നുമില്ലാത്ത ഒരാൾ എങ്ങനെ പെട്ടെന്ന് ഈ ആത്മഹത്യയിലേക്ക് പോകും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു സംശയമാണ് അവർ ഉയർത്തുന്നത്. 5 പേജ് അടങ്ങിയ പരാതി ഇതിനോടകം തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ്. അതിൽ ചില നിർണായക കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ആദായ വകുപ്പ് ഉദ്യോഗസ്ഥർ അതായത് കൊച്ചിയിൽ നിന്നുള്ള ആദായ വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ബംഗളൂരുവിൽ എത്തിയത്, അതിലെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ അതിന് പിന്നിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടോ, അത് അന്വേഷിച്ച് കണ്ടെത്തണം. ഒപ്പം തന്നെ കൃത്യമായ അന്വേഷണങ്ങൾ നടക്കണം. അതിന് പ്രത്യേക ഒരു സംഘത്തെ നിയോഗിക്കണം. കാരണം ചില ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ 3 മാസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഒരു തരത്തിലും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ ഒരു തരത്തിലുമുള്ള കേസുകളോ പരാതികളോ നിലവിലില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ആദായ നികുതി വകുപ്പ് റഡാറിൽ CJ റോയ് എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തത വേണം. ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥ സമ്മർദ്ദം ചെലുത്തിയത് മൂലമാണ് ഈ ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചത്, ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയത് എന്നുള്ള ആരോപണം കൂടുതൽ കുടുംബം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള നടപടികളിലേക്ക് സ്വാഭാവികമായും അവർ കടക്കും. നിലവിൽ കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്തതിനു ശേഷം, കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം ആ നടപടികളിലേക്ക് കടക്കാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്,
അന്വേഷണ സംഘത്തിന്റെ കാര്യമാണ്. കർണാടക സർക്കാർ ഈ സംഭവം ഉണ്ടായതിനു പിന്നാലെ കുടുംബത്തിന്റെ പരാതികളൊക്കെ സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കർണാടക CIDക്ക് ഈ ഒരു യൂണിറ്റിന് ഈ അന്വേഷണം കൈമാറിയിട്ടുണ്ട്. കൃത്യമായ അന്വേഷണങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, അവിടുത്തെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ കുടുംബം പരാതി നൽകിയ അടിസ്ഥാനത്തിൽ ഈ സംഭവം നടന്ന ഇടങ്ങളിൽ ഒക്കെ എത്തി പരിശോധനകൾ നടത്തും. ഒപ്പം തന്നെ മറ്റൊന്ന്, ഈ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തണം. പിന്നെ ഈ കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ, ഈ സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ പ്രത്യേകം അവരുടെ മൊഴി രേഖപ്പെടുത്തും. അവർക്ക് എന്താണ് പറയാനുള്ളതെന്നടക്കമുള്ള കാര്യങ്ങൾ കേൾക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധനയുമായി മുന്നോട്ട് പോയത്, എന്താണ് അവരുടെ വിശദീകരണം എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തണം. മറ്റൊന്ന്, ഈ സംഭവത്തിൽ, അതായത് സ്വയം നിറയൊഴിച്ചതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അക്കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വൈകിട്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ മറ്റു നടപടികളൊന്നുമില്ല. പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. വൈകിട്ടോടുകൂടി ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാകുന്നത്. അഭിലാഷ്, തീർച്ചയായും അവിടെ മിഥുൻ ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് പ്രമുഖനായ ഒരു വ്യവസായിയാണ്. നമുക്കറിയാം, മലയാളികൾക്ക് സുപരിചിതനാണ്. പ്രത്യേകിച്ച് പല ടെലിവിഷൻ ഷോകളുടെയും ഒക്കെ സ്പോൺസർ എന്ന നിലയിലൊക്കെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ വളരെ കൃത്യമായി തന്നെ റോയിയെ അറിയാവുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ടെലിവിഷൻ ഷോകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട്. നിരവധി ഇവൻറ്റുകളുടെ ഭാഗമായിട്ടുള്ള ആൾ കൂടിയാണ്. അങ്ങനെയൊക്കെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു ടെലിവിഷൻ ഷോയിൽ പങ്കെടുത്ത മത്സരാർത്ഥിക്ക്, ബിഗ് ബോസ് എന്ന ആ ടെലിവിഷൻ ഷോയിലെ മത്സരാർത്ഥി വിജയിച്ചു വരും അനീഷ് എന്ന് കരുതി, പക്ഷെ വിജയിച്ചില്ല. അനീഷിന് പോലും 10 ലക്ഷം രൂപ സമ്മാനമായി നൽകുന്നു. അങ്ങനെ ഒട്ടേറെ ആളുകളെ അടക്കം പ്രൊമോട്ട് ചെയ്ത വ്യക്തി കൂടിയായിരുന്നു. മാത്രവുമല്ല, പലരും ഈ റോയിയുടെ ഒരു കോൺഫിഡൻസിനെ കുറിച്ചാണ് പലരും വാചാലരായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാളാണ് ആത്മഹത്യ ചെയ്തത് എന്നതാണ് ഈ ബിസിനസ് ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. എന്താണ് ഇതിന് പിന്നിൽ? എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്? അത് സംബന്ധിച്ച് വലിയ ദുരൂഹത ഇപ്പോഴും തുടരുകയല്ലേ? അന്വേഷണ സംഘവും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമാണോ സൃഷ്ടിക്കപ്പെടുന്നത്? അഭിലാഷ, അങ്ങനെ തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു തരത്തിലുമുള്ള ത്രട്ടനിങ്ങോ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള സാമ്പത്തിക ബാധ്യതയോ കടമോ ഒന്നും തന്നെ ഇല്ലാത്ത, സീറോ ഡെബിറ്റിൽ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി അടുത്തിടെ നൽകിയ ഒരു പോഡ്കാസ്റ്റിൽ പോലും അദ്ദേഹം വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് തൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി ഒന്നും തന്നെ ബാക്കിയില്ല. താൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഒരു ഫ്ലൈറ്റ് അത് തകർന്നു വീണാൽ പോലും താൻ അല്ലെങ്കിൽ ആ പൈലറ്റ് പറയുന്നു നിങ്ങൾ സഞ്ചരിക്കുന്ന വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ പോലും അപ്പോഴും താൻ ഡാൻസ് കളിച്ചുകൊണ്ട് അതൊരു പുഞ്ചിരിയോട് കൂടി മാത്രമേ താൻ അതിനെ ഉൾക്കൊള്ളുകയുള്ളൂ. ഒരു തരത്തിലും താൻ ടെൻഷൻ അടിക്കില്ല. കാരണം അത്രത്തോളം എനിക്ക് എന്തൊക്കെയാണോ ഈ ഭൂമിയിൽ ചെയ്യേണ്ടിയിരിക്കുന്നത് അതെല്ലാം നേടിയെടുത്തിട്ടുണ്ട്, അതെല്ലാം തന്നെ ചെയ്ത് തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണത്തെ ഒരിക്കലും തന്നെ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞൊരു വ്യക്തി ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകുമോ എന്നുള്ള സംശയമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ച് വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ 2006 ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സ്ഥാപനം അത് രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെ മുതൽ തന്നെ സജീവമായി വലിയ രീതിയിലുള്ള ഒരു കൈത്താങ്ങായി ഈ ഒരു ഗ്രൂപ്പ് മാറുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല നിർധനരായിട്ടുള്ള കുടുംബത്തെ സഹായിക്കുന്നു. ഒപ്പം തന്നെ ഈ നമുക്കറിയാം, ഈ സ്വകാര്യ ചാനലിൻ്റെ റിയാലിറ്റി ഷോ പരിപാടികളിലൊക്കെ ഈ ഒന്നാം സമ്മാനം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സമ്മാനത്തുക നൽകിക്കൊണ്ട് സിജെ റോയി ആദ്യം പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയാണ് മലയാളിക്ക് സുപരിചിതനായി സിജെ റോയി മാറുകയും ചെയ്ത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റ് നൽകുന്നു വിജയ്ക്ക് എന്ന രീതിയിലൊക്കെ ആയിരുന്നു നമുക്ക് ആദ്യമൊക്കെ മലയാളികൾ കേട്ടു തുടങ്ങിയത്. അത് പിന്നീട് നമ്മൾ കാണുകയും ചെയ്തു. ഒട്ടനവധി ഈ ഗായകരെയൊക്കെ സംഭാവന ചെയ്തതിൽ ഒരു പ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് സിജെ റോയി എന്നുള്ളതാണ്. അടുത്തിടെ ഉണ്ടായപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ അനീഷിനൊക്കെ നൽകിയ ആ സംഭാവന അത്തരത്തിൽ ഒത്തിരി പേർക്ക് ഇതേ രീതിയിൽ തന്നെ സഹായം നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. നിരവധി പേർക്ക് കൈത്താങ്ങായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ്, ഒരു കടം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയിലേക്ക് എത്തിയത്? അതിന് പ്രേരകമായ കാരണം എന്താണ് എന്നുള്ളതാണ് ദുരൂഹമായി ഇപ്പോഴും തുടരുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഉണ്ടായോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ? അതായത്
ഈ സീറോ ഡെബിറ്റിൽ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു എന്ന് പറയുമ്പോഴും തന്നെ അത്തരത്തിൽ ഒരു കടവുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാം ആദായ നികുതി വകുപ്പിന്റെ ഒക്കെ റഡാറിലേക്ക് ഒരാൾ പെടുക എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നീട് ദീർഘകാലം അവരുടെ സ്ഥാപനങ്ങൾക്ക് മേൽ ഇത്തരത്തിൽ പൂർണ്ണമായും റെയ്ഡുകൾ ഉണ്ടാകും. സ്വാഭാവികമായും അതിന്റെ ടെൻഷനൊക്കെ സ്വാഭാവികമായും അവർക്ക് വരാം എന്നുള്ള കാര്യം ഉണ്ട്, ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? മറ്റൊന്ന്, അടുത്തിടെ നടന്ന ഒരു ഈവന്റിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തിരുന്നതാണ്. ആ ഈവന്റിൽ നിരവധി സിനിമാ താരങ്ങൾ പങ്കെടുത്തിരുന്നു, നിരവധി ബിസിനസ് ടൈക്കൂണുകൾ പങ്കെടുത്തിരുന്നു, നിരവധി റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ഒരു ഈവന്റ് ആയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ്, അതായത് 3 മാസം മുമ്പാണ് ഈ ഒരു ഈവന്റ് നടന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ആദായ നികുതി വകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്, ഒരു പരിശോധനകൾ തുടക്കത്തിൽ ഉണ്ടാകുന്നത്, ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നടക്കമുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹം ചില പോഡ്കാസ്റ്റുകൾ നൽകി നമ്മൾ കാണുകയും ചെയ്തതാണ്. അങ്ങനെ ഈ കേന്ദ്ര ഏജൻസികൾ എങ്ങനെയാണ് വന്നത്? ഏതെങ്കിലും തരത്തിൽ പരാതികൾ ലഭിച്ചിട്ടാണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയൊക്കെ ഒരു പരിശോധനയിലേക്ക് കടന്നതെന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇതുവരെയും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നൊരു വിശദീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ വിശദീകരണം കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.